ഇതുപോലുള്ള ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് നമുക്ക് ഇനി ഈസി ആയിട്ട് മാറ്റിയെടുക്കാം. നമ്മുടെ മൂക്കിലും താടിക്കും ചെള്ളയിലും ഒക്കെ വരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഈസി ആയിട്ട് പോക്കിയെടുക്കാൻ പറ്റുന്നൊരു പാക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതും വന്നിട്ട് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ കോമൺ ആയിട്ട് വന്ന മെസ്സേജാണ്. ബോയ്സായാലും ഗേൾസായാലും അയച്ച മെസ്സേജാണ്. നമ്മുടെ മൂക്കിലൊക്കെ വരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരണേന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മേ ബി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പാക്ക് എപ്പോഴേലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് വന്നിട്ട്. ഇത് കരിയൊന്നുമല്ല, ഇതെന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. ആ പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്ന തേങ്ങയാണ്. തേങ്ങ നല്ലോണം അടുപ്പി വെച്ചിട്ട് നല്ലോണം ഒന്ന് കരിയിച്ചെടുക്കണം. കരിയിച്ചെടുത്തിട്ട് അതിൻ്റെ കരിയാണ് നമുക്ക് വേണ്ടുന്നത്. ഞാൻ ഇവിടെ ഒരു തേങ്ങയുടെ ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കിപ്പം കയ്യിലും കാലിലും ഒക്കെ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ബോഡി വൈറ്റനിങ്ങുമായിട്ട് നമുക്ക് വേണ്ടിയിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ദാണ്ട് ഏകദേശം ഇത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിച്ച് വെച്ചിട്ട് കാസ്ട്രോളും ചെമ്പരത്തി പൂവായിട്ട് മിക്സ് ചെയ്തിട്ട് പുരുകത്തി തേച്ചാലും നമ്മുടെ ഐബ്രോസ് ഗ്രോത്തിന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം തേങ്ങ ആണ്ട് ഇതേ കണക്ക് കുഞ്ഞു മീൻസ് അത് കരിയിച്ചിട്ട് ഇതേ കണക്ക് കുഞ്ഞു പീസ് ആക്കിയിട്ട് വേണം മിക്സിക്കകത്തിട്ട് പൊടിക്കാം. അല്ലാണ്ട് വലിയ പീസായിട്ട് എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സി പഞ്ചലാവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് പൗഡർ ഫോമിൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഭയങ്കര തരിതരിപ്പും വേണ്ട, ഭയങ്കര പൗഡർ ഫോമിലും വേണ്ട, ഒരു മീഡിയം രീതിയിൽ കിട്ടണം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് കണ്ടേ ഫുള്ള് പൊടിച്ചെടുത്തിട്ട് വന്നപ്പോൾ കണ്ട് ഏകദേശം ഈ ഒരു രീതിയിൽ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കതെടുത്ത് സൂക്ഷിച്ച് വെക്കാം ഒരു പാത്രത്തിൽ വരെ ഇട്ടിട്ട്. എന്നിട്ട് നമുക്ക് ഇത് പിന്നെ ഈ ഒരു പാക്ക് വന്നിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല. വീക്കിലി 1 ടൈം മാത്രം അപ്ലൈ ചെയ്താൽ മതി. 1 ടൈം തന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കോക്കനട്ട് പൊടിച്ചിൻ്റെ കരി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഫേസിലും കയ്യിലും കാലിലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. അപ്പം ഞാൻ കടലമാവും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ചില പാക്കിനകത്ത് ഞാൻ പറയുമ്പം അതിന് പകരം വേറെ ഇൻഗ്രീഡിയൻസ് എടുക്കാമോ എന്ന് ചോദിച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഓൾറെഡി പറയും. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം അത് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ നമ്മുടെ ഈ ഒരു പാക്കിനകത്ത് കടലമാവ് തന്നെ മാക്സിമം വേണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്. എൻ്റെ ഇവിടെ ഹണി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഹണിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമെങ്കിൽ അത്രയും നമുക്ക് നല്ലതാണ്. അതിനനുസരിച്ച് നമുക്ക് അടുത്ത് വേണ്ടത് പാലാണ്. പാല് തന്നെ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുന്നത്. തൈരോ പച്ചമോരോ അങ്ങനത്തെ റോസ് വാട്ടറോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യാണ്ട് കറക്റ്റ് പാല് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ അനുസരിച്ച് എത്ര വേണമെന്ന് ഏകദേശം അനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തപ്പം കുറച്ച് അതങ്ങൊരു വെള്ളം പോലെ ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവുമെങ്കിൽ കുറച്ച് വീണ്ടും നമ്മുടെ ആ തേങ്ങ പൊടിച്ച് വെച്ചിട്ടില്ലേ അത് ആഡ് ചെയ്ത് ജസ്റ്റ് അതൊന്നും ഒരുമിച്ച് ആ ഒരു രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുത്താൽ മതി. ഭയങ്കര തിക്കുവാല് ഭയങ്കര അങ്ങ് ലൂസായി പോകും. ചില ഒരു മീഡിയം ടൈപ്പിൽ നിൽക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത്. പിന്നെ എപ്പോഴും പറഞ്ഞതിനുള്ളിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് നല്ലോണം ആവി പിടിക്കണം. ആവി പിടിച്ചതിന് ശേഷം മാത്രം നമ്മുടെ പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാവും. എനിക്കിവിടെ ഇങ്ങനെ മുകളിൽ കൊണ്ടുവച്ച് മീൻസ് ഞാൻ വീഡിയോ എടുക്കുന്നിടത്ത് കൊണ്ടുവച്ച് ആവി പിടിക്കുന്ന കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ. ഞാനിവിടെ നല്ലോണം ആവി പിടിച്ചിട്ടാണ് വന്നേക്കുന്നത്. എന്നാൽ മാത്രമേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാവരും നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ ആവി പിടിച്ചിട്ട് വന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഈ കോക്കനട്ട് ഷെല്ലിൻ്റെ ആ ഒരു പൊടി വന്നിട്ട് മീൻസ് നമ്മുടെ ആ ഒരു കരിക്കട്ട വന്നിട്ട് നമ്മുടെ ഫേസ് നല്ലോണം ലൈറ്റൻ ചെയ്ത് വെക്കാനും നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോക്കാനും നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയി നമുക്കൊരു ഇൻസ്റ്റൻറ്റ് നല്ലൊരു ബ്രൈറ്റനിങ് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. നമ്മൾ ഈ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ കിട്ടത്തില്ല. അതേ കണക്ക് നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് വാങ്ങാൻ അതൊക്കെ ഇനി വാങ്ങണമല്ലോ അങ്ങനത്തെ ഒക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ കുറച്ച് തേങ്ങ ഇതേ കണക്ക് പൊടിച്ചിട്ട് പോയാൽ മതി. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പാലും എല്ലാം അല്ലാണ്ട് വാങ്ങിച്ചിട്ട് പാലും ഹണിയും കൂടി ഉപയോഗിച്ചിട്ട് കുറച്ച് കടലമാവോടെ കൊണ്ടുപോയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെയുള്ള ഉപയോഗിക്കുക. അല്ലാതെ ഇത് വീട്ടിൽ നിൽക്കുന്ന പിള്ളേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കുറച്ച് വേറെ ആയതുകൊണ്ട് ഇത് ഇട്ട് വന്നപ്പോൾ അതിൻ്റെ ചുണ്ട് മാത്രം ഒരുമാതിരി വല്ലാണ്ട് ഒരു കളർ പോലെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലും കാലയിലുള്ള ഡെഡ് സെൽസ് ഒക്കെ പോക്കാനും നമ്മുടെ കയ്യിലും കാലയിലുള്ള കുഞ്ഞിങ്ങനെ കുഞ്ഞു തരിപ്പ് പോലത്തെ കുരുക്കൾ പോലെ എടുത്തില്ല അതൊക്കെ പോക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. പിന്നെ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ വരുന്ന ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരു പാക്കാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഒന്നെങ്കിൽ ഇവിടെ പോപ്പ് പോലെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ
അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം എനിക്ക് കരിയെല്ലാം കൂടെ മുഖത്ത് പറ്റി എൻ്റെ ചെറിയൊരിതാണ്. കയ്യിലും കാലിലൊക്കെ നല്ലോണം കരി പിടിച്ചിരിക്കും. നല്ല കുറച്ച് പാടാണ് ഇത് കഴുകി കളയാൻ. അത് പിന്നെ നമ്മുടെ നഖത്തിലൊക്കെ ആ ഒരു കരി നല്ലോണം കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്, നഖത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ. അത് പിന്നെ എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് വല്ല വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലാതെ അത് പോകാൻ ചാൻസ് ഭയങ്കര കുറവാണ്. എൻ്റെ കയ്യിൽ ഇപ്പം മീൻസ് ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് പോലും എൻ്റെ നഖത്തിലെ ആ ഒരു ബ്ലാക്ക് കളർ പോകുന്നില്ല. ജസ്റ്റ് ബ്രഷ് വെച്ച് നല്ലോണം ഞാൻ വെച്ച് കുളിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഞാൻ. അതിനുശേഷം കറക്റ്റ് 10 മിനിറ്റ് മാത്രം നമ്മുടെ പാക്ക് ഫേസിൽ വെക്കാവുക. അതിൽ കൂടുതൽ ഒരു ടൈം പോലും വെക്കല്. ഭയങ്കര റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ 20 മിനിറ്റോ 30 മിനിറ്റോ ഒന്നും വെക്കാൻ നിൽക്കൽ. കറക്റ്റ് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതേ കണക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഒരു കോട്ടനോ അല്ലെങ്കിൽ ഇതേ കണക്ക് എന്തെങ്കിലും നമുക്ക് കോട്ടൺ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ലോണം പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ നേരം എൻ്റെ താടിക്ക് അത്യാവശ്യം നല്ലോണം ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു. കൂടാതെ എൻ്റെ മൂക്കിൻ്റെ 2 സൈഡിലും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഡെഡ് സെൽസും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഞാൻ എന്തായാലും റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകുന്നുണ്ട്. പിന്നെ മൂക്കുത്തിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂക്കുത്തി ഒന്ന് റിമൂവ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഞാൻ ഇവിടെ റിമൂവ് ചെയ്യാൻ വിട്ടുപോയി, പക്ഷേ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾ തുടച്ചെടുക്കാൻ നേരം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മൂക്കുത്തിയൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെയ്യട്ടോ. പിന്നെ ഇത് തുടച്ച് മാറ്റാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭയങ്കര അമക്കി തുടയ്ക്കാനും നിൽക്കില്ല, ചെറുതായിട്ടൊന്ന് തുടച്ചാൽ മതി. അപ്പം തന്നെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോയിക്കോളും. കാരണം നമ്മൾ ആവി പിടിച്ചിട്ടാണ് ഒരു പാക്ക് ഇടുന്നത്. ആവി പിടിക്കുമ്പോൾ തന്നെ നല്ലോണം അത് ഓപ്പൺ ആവാനും അതിലൂടെ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈസിയായിട്ട് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോയിക്കോളും. പിന്നെ നമ്മുടെ ചീക്സിലൊക്കെ വരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഈസിയായിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കൂടാതെ നമ്മുടെ കയ്യിൽ നിന്നുണ്ട് ഇതേ കണക്ക് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ റിമൂവ് ചെയ്ത് കൊടുക്കുമ്പം ഇച്ചിരി മീൻസ് ഭയങ്കര അമർത്തല്ല, കുറച്ചൊന്ന് ആക്കിക്കോ. എന്നാലും നമ്മുടെ ഡെഡ് സെൽസൊക്കെ ഈസിയായിട്ട് പോകാനൊക്കെ സഹായിക്കും. അപ്പോൾ അതും കൂടെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുക. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് തന്നെയാണ് കിട്ടുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ ഫേസിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോക്കാനും ഇമ്പ്യൂരിറ്റീസൊക്കെ പോക്കി നമ്മുടെ ഫേസ് തന്നെ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ വീക്ക്ലി 1 ടൈം മാത്രം ട്രൈ ചെയ്താൽ മതി. കണ്ടിന്യൂസ് ഒന്നും ട്രൈ ചെയ്യാൻ നിൽക്കില്ല. ഒരൊറ്റ ദിവസം തന്നെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യണം. അല്ലാണ്ട് പാക്ക് അപ്ലൈ ചെയ്ത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് പോകാൻ നിൽക്കല്ലേ. അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വെച്ച് റിമൂവ് ചെയ്ത് കൊടുക്കാം. വെള്ളം വെച്ച് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത് കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഡയറക്റ്റ് അല്ലാണ്ട് നമ്മുടെ പൈപ്പിൻ്റെ കീഴിലെല്ലാം പോയിട്ട് അങ്ങനെ വാഷ് ചെയ്താൽ ഞാൻ ഇവിടെ നിങ്ങളെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് റിസൾട്ട്. എൻ്റെ നേരത്തെ ഉള്ള ഫേസിനകത്തുള്ള ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മസ്റ്റാർഡ് ചെയ്യേണ്ട കാര്യം ഇതേ കണക്കൊരു ഐസ് മസാജ് ചെയ്തേ പറ്റും. ഞാൻ ഇവിടെ ഐസ് വെക്കുന്ന സാധനം എൻ്റെ കയ്യിലിരിപ്പോണ്ട് കുറച്ചാൾ മുന്നേ അത് പൊട്ടിപ്പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതേ കണക്കൊരു ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ കുഞ്ഞു കിണ്ണത്തിനകത്തൊക്കെയാണ് വെള്ളം ഒഴിച്ചിട്ട് ഐസാക്കി വെക്കുന്നത്. എന്തായാലും ഐസ് മസാജ് ചെയ്തേ പറ്റും നിങ്ങൾ മാക്സിമം ചെയ്യണം. കാരണം നമ്മുടെ പോർസൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഐസ് മസാജൊക്കെ ചെയ്ത് ആ പോർസൊക്കെ ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളിത് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് അത്രയും കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ഐസിൽ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ടൺ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടവലോ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഐസ് റോളറൊക്കെ കിട്ടത്തില്ല മാർക്കറ്റിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി, ഓവറായിട്ട് ചെയ്യാനൊന്നും നിൽക്കണം. അതിനനുസരിച്ച് മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തേ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ വാവിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ മതി. അത് നല്ലോണം നമ്മുടെ കയ്യിലും നമ്മുടെ മുഖത്തും കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കാലയിൽ അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങൾ കാലയിലും കൂടെ അപ്ലൈ ചെയ്ത് ഈ പാക്ക് വന്നിട്ട്. അപ്പം നോക്കിയപ്പോഴാണ് ഗുയിസ് എൻ്റെ കൈമുട്ടിലുള്ള പകുതിയോളം കഴി പോയിട്ടില്ല. ഞാൻ അത് കഴിയുമ്പോൾ ശരിയായിട്ട് പോകാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിവിട്ട് ഞാൻ വരാം. അപ്പോൾ എന്തായാലും ബൈ ഡിയേഴ്സ്, ടാറ്റാ.